CPM സംസ്ഥാന സമ്മേളനത്തിൽ അവതരിപ്പിച്ച നവകേരള രേഖ പാർട്ടി ലൈൻ തന്നെയെന്ന് പിണറായി വിജയൻ. വിഭവ സമാഹരണത്തിൽ ജനദ്രോഹ നിലപാടില്ലെന്നും സെസ്സിൽ ആശങ്ക വേണ്ടെന്നും വിമർശനങ്ങൾക്ക് മുഖ്യമന്ത്രിയുടെ മറുപടി. സംസ്ഥാന കമ്മിറ്റിയിലെ പുതിയ പാനലിന് നിലവിലെ കമ്മിറ്റി അംഗീകാരം നൽകി. MV ഗോവിന്ദൻ സംസ്ഥാന സെക്രട്ടറിയായി തുടർന്നേക്കും. 5 ജില്ലാ സെക്രട്ടറിമാർക്ക് പുറമെ VK സനോജും V വസീഫും കമ്മിറ്റിയിലേക്ക് എത്തും. പ്രായപരിധിയുടെ അടിസ്ഥാനത്തിൽ PK ശ്രീമതിയും AK ബാലനും അടക്കം 7 അംഗങ്ങൾ കമ്മിറ്റിയിൽ നിന്ന് പുറത്താകും. പൊതുസമ്മേളനത്തിന് കൊല്ലം ആശ്രാമം മൈതാനം ഒരുങ്ങി. സെയ്ഫ് സൈനുൽ അബ്ദീനും ഒപ്പം ലിജോ റോളൻസും വിശദാംശങ്ങൾ നൽകും. സെയ്ഫ്, ആദ്യം ഈ നവകേരള രേഖയിൽ നടന്ന ചർച്ചയ്ക്ക് മുഖ്യമന്ത്രിയുടെ മറുപടി, രാഷ്ട്രീയ കേന്ദ്രങ്ങൾ അദ്ദേഹത്തിന് മറുപടിക്ക് വേണ്ടി കാത്തിരുന്നതാണ്. അപ്പോൾ ഈ സെസ് അടക്കമുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ പുനരുജ്ജീവനമടക്കമുള്ള വിഷയങ്ങളിൽ എന്താണ് മുഖ്യമന്ത്രി മറുപടിയായി കൂട്ടിച്ചേർത്തത്? ഇനി പുതിയ കമ്മിറ്റി രൂപീകരണം എങ്ങനെയായിരിക്കും? എത്ര കണ്ട് പുതുമുഖങ്ങളുണ്ടാവും? ആരൊക്കെ പുറത്തു പോകും? ആദ്യം മറുപടിയിലേക്ക് വരാം സൈഫുദ്ദീൻ. മുഖ്യമന്ത്രി പിണറായി വിജയൻ രാവിലെ 11 മണിയോടുകൂടിയാണ് നവകേരളത്തിന്റെ പുതുവഴികൾ എന്ന രേഖയ്ക്ക് മേലുള്ള മറുപടി നൽകിയത്. അതിൽ ചില ആശങ്കകൾ ഇന്നലെ പ്രതിനിധികൾ തന്നെ പങ്കുവച്ചിരുന്നു. സെസ്സും ഫീസും സ്വകാര്യവൽക്കരണമൊന്നും ഇടത് നയമല്ല, അത് ജാഗ്രത വേണം, നവ ഉദാരവൽക്കരണ നയമാണെന്ന് മാധ്യമങ്ങൾ പറയുന്നു എന്നടക്കമുള്ള വിമർശനങ്ങൾ ഉയർന്നു വന്നിരുന്നു. അതിന് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് അതിന് വിശദമായി തന്നെ മറുപടി നൽകിയിട്ടുണ്ട്. സെസ്സിൽ ആശങ്ക വേണ്ട എന്ന് മുഖ്യമന്ത്രി സൂചിപ്പിക്കുന്നുണ്ട്. വിഭവ സമാഹരണത്തിന് ചിലർ ആശങ്ക ഉണ്ടാക്കുകയാണ്. ഇതൊരു നിർദ്ദേശമാണ്, അത് വിശദമായ ചർച്ചകൾക്കൊടുവിൽ മാത്രമേ നടപ്പാക്കുകയുള്ളൂ. വിഭവ സമാഹരണത്തിൽ ജനദ്രോഹ നടപടികൾ ഇല്ല എന്നുകൂടി മുഖ്യമന്ത്രി വിശദീകരിച്ചിട്ടുണ്ട്. സർക്കാർ സൗജന്യങ്ങൾ അർഹതയുള്ളവർക്ക് മാത്രമായിരിക്കും നൽകുക. പാർട്ടി നയത്തിൽ നിന്ന് തന്നെയാണ് നവകേരള രേഖ തയ്യാറാക്കിയിരിക്കുന്നത്. പാർട്ടി നയമല്ല എന്ന വിമർശനം അത് ശരിയല്ല. പാർട്ടി നയത്തിന് ഉള്ളിൽ നിന്നുകൊണ്ട് തന്നെയാണ് തയ്യാറാക്കിയിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി മുഖ്യമന്ത്രി സൂചിപ്പിച്ചത്. ഇനി പുതിയ സംസ്ഥാന കമ്മിറ്റിയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ രാവിലെ കേന്ദ്ര കമ്മിറ്റിയും പിന്നീട് സംസ്ഥാന സെക്രട്ടേറിയറ്റും നിലവിലുള്ള സംസ്ഥാന കമ്മിറ്റിയും ചേർന്നുകൊണ്ട് പുതിയ പാനൽ തയ്യാറാക്കിയിട്ടുണ്ട്. ആ പാനലിന് നിലവിലെ സംസ്ഥാന കമ്മിറ്റി അംഗീകാരം നൽകുകയും ചെയ്തു. പുതിയ പാനൽ, മുഖ്യമന്ത്രിയുടെ മറുപടി ഇപ്പോൾ കഴിഞ്ഞു. സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഇപ്പോൾ പുതിയ പാനൽ സംസ്ഥാന സമ്മേളനത്തിൽ അവതരിപ്പിച്ചുകൊണ്ട് ഇരിക്കുകയാണ്. അതിൽ 5 ജില്ലാ സെക്രട്ടറിമാർ പുതുതായിട്ട് വന്നിട്ടുണ്ട്. വയനാട് ജില്ലാ സെക്രട്ടറി റഫീഖ്, അതുപോലെ തന്നെ മലപ്പുറം ജില്ലാ സെക്രട്ടറി PV അനിൽ, തൃശൂർ ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ, കാസർഗോഡ് ജില്ലാ സെക്രട്ടറി M രാജഗോപാൽ, കോഴിക്കോട് ജില്ലാ സെക്രട്ടറി മെഹബൂബ്. ഇവർ 5 പേരും എന്തായാലും സംസ്ഥാന കമ്മിറ്റിയിൽ വേണ്ട. പിന്നീടുള്ളത് ആരൊക്കെ എന്നുള്ള ചോദ്യമാണ് ഉയർന്നു വരുന്നത്. ഡിവൈഎഫ്ഐയുടെ 2 ഭാരവാഹികളുണ്ട്. ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി VK സനോജും സംസ്ഥാന പ്രസിഡന്റ് V വസീഫും. ഇവർ 2 പേരും സംസ്ഥാന കമ്മിറ്റിയിൽ എത്തും എന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചനകൾ. കോട്ടയത്ത് നിന്ന് JC തോമസിന്റെ പേരും പരിഗണനയിൽ ഉണ്ട്. തിരുവനന്തപുരത്ത് നിന്ന് DK മുരളി സംസ്ഥാന കമ്മിറ്റിയിലേക്ക് എത്തുന്നു എന്നാണ് നമുക്ക് ലഭിച്ച വിവരം. കൊച്ചിയിൽ നിന്ന് CB ദേവദർശൻ, PR മുരളീധരൻ എന്നിവരെ പരിഗണിക്കുന്നുണ്ട്. കണ്ണൂരിൽ നിന്ന് PK ശ്രീമതി ഇത്തവണ ഒഴിയുന്നതുകൊണ്ട് കണ്ണൂരിൽ നിന്നുള്ള ഒരു വനിതാ നേതാവ് N സുകന്യ അവർ സംസ്ഥാന കമ്മിറ്റിയിലേക്ക് വരും എന്നാണ് ലഭ്യമാകുന്ന സൂചനകൾ. കൊല്ലത്ത് നിന്ന് 3-4 പേരുകളുണ്ട്. S ജയമോഹൻ, X ഏണസ്റ്റ്, അതുപോലെ തന്നെ M നൌഷാദ്, RS അരുൺ ബാബു എന്നിവർ സംസ്ഥാന കമ്മിറ്റിയിലേക്ക് വരാൻ, അവരിൽ ചിലർ സംസ്ഥാന കമ്മിറ്റിയിലേക്ക് വരാനുള്ള സാധ്യതകൾ നിലനിൽക്കുന്നുണ്ട്. ഇതാണ് ആലപ്പുഴയിൽ നിന്ന് PP ചിത്തരഞ്ജനും KH ബാബുജാനും. ഇവരിൽ 2 പേരിൽ ഒരാളോ അല്ലെങ്കിൽ 2 പേരുമോ സംസ്ഥാന കമ്മിറ്റിയിലേക്ക് എത്തിച്ചേർന്നേക്കും. പ്രായപരിധി 75 വയസ്സെന്ന പ്രായപരിധിയാണ് CPM നടപ്പാക്കി വരുന്നത്. പ്രായപരിധിയിൽ തട്ടി ചില അംഗങ്ങൾ പുറത്തു പോകുന്നുണ്ട്. ഒന്ന് കേന്ദ്ര കമ്മിറ്റി അംഗമായ PK ശ്രീമതി ഇത്തവണ പ്രായപരിധി കഴിഞ്ഞതുകൊണ്ട് സംസ്ഥാന കമ്മിറ്റിയിൽ നിന്ന് പുറത്തേക്ക് പോകും. AK ബാലനും ആനാവൂർ നാഗപ്പനും പുറത്തേക്ക് പോകുന്നുണ്ട്. മലപ്പുറത്ത് നിന്ന് P നന്ദകുമാർ, അതുപോലെ തന്നെ തൃശ്ശൂരിൽ നിന്നുള്ള NR ബാലൻ, തൃശ്ശൂരിൽ നിന്നുള്ള MK കണ്ണൻ, എറണാകുളത്ത് നിന്നുള്ള ഗോപി കോട്ടമുറിക്കൽ ഇവർ സംസ്ഥാന കമ്മിറ്റിയിൽ നിന്ന് പുറത്തു പോകാൻ സാധ്യതയുണ്ട്. കരുനാഗപ്പള്ളിയിലെ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് സൂസൻ കോടിയെ സംസ്ഥാന കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കാനുള്ള സാധ്യതയുണ്ട്. P രാജേന്ദ്രനും K വരദരാജനും പ്രായത്തിന്റെ പേരിൽ ഒഴിയാനുള്ള സാധ്യതയും നിലനിൽക്കുന്നുണ്ട്. എന്തായാലും പുതിയ സംസ്ഥാന കമ്മിറ്റിയുടെ പാനൽ അവതരിപ്പിച്ച് സംസ്ഥാന സമ്മേളനം അത് അംഗീകരിച്ചതിന് പിന്നാലെ പുതിയ സംസ്ഥാന കമ്മിറ്റി ചേർന്നുകൊണ്ടാണ് പുതിയ സംസ്ഥാന സെക്രട്ടറിയെ തെരഞ്ഞെടുക്കുന്നത്. MV ഗോവിന്ദൻ തന്നെ സംസ്ഥാന സെക്രട്ടറിയായി തുടരാനാണ് സാധ്യത. അല്പസമയത്തിനകം തന്നെ അതിന്റെ ഔദ്യോഗിക തീരുമാനം ചെയ്യും. സൈഫുദ്ദീൻ.